അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു തആല ചില ആളുകൾക്ക് ചില സ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ട്. ആ സ്ഥാനങ്ങൾക്കനുസരിച്ച് നമ്മൾ അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണം. അത് ഓരോ ആളുകളുടെ സ്വഭാവത്തിനനുസരിച്ചിരിക്കും. നല്ല സ്വഭാവക്കാരാണെങ്കിൽ വലിയവരെ ബഹുമാനിക്കുകയും ചെറിയവരോട് കരുണ കാണിക്കുകയും ചെയ്യുന്നവരായിരിക്കും. എന്നാൽ സ്വഭാവ ദൂഷ്യമുള്ളവർ ഇതിന്റെ നേരെ വിപരീതമായിരിക്കും. അല്ലാഹു തആല സ്ഥാനങ്ങൾ കൊടുത്തതിൽ ഏറ്റവും മുമ്പന്തിയിലുള്ളവർ മാതാപിതാക്കളാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കുക, ആദരിക്കുക എന്നുള്ളത് നമ്മുടെ മേൽ നിർബന്ധമാണ്, നമ്മുടെ മേൽ കടമയാണ്. എന്നാൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാതാപിതാക്കളെ ബഹുമാനിക്കുന്നില്ല, ആദരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരോട് ചെയ്യുന്ന ക്രൂരതകൾ നമ്മൾ ദിനം പ്രതി സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും നന്നാക്കി തരുമാറാവട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു തആല സ്വാലിഹീങ്ങളും സ്വാലിഹത്തീങ്ങളും ആക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ അല്ലാഹു തആല സ്ഥാനങ്ങൾ നൽകിയതിൽ പിന്നെയുള്ളത് ഉസ്താദുമാർ, അതുപോലെ സയ്യിദുമാർ, തങ്ങന്മാരെയൊക്കെ സ്നേഹിക്കണമെന്ന് അല്ലാഹു തആല ഖുർആനിൽ തന്നെ പറഞ്ഞതാണ്. അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അതിനെ വിശദീകരിക്കുന്നില്ല. അതുപോലെ നമ്മളെക്കാളും വയസ്സിന് മൂത്ത ആളുകൾ, അങ്ങനെ വയസ്സിന് മൂത്ത ആളുകളെ ബഹുമാനിക്കുന്നവർക്ക് അല്ലാഹു തആല ചെയ്തു കൊടുക്കുന്ന ഒരു അനുഗ്രഹം, ഒരു പ്രതിഫലം ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ വിഷയം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നത്. എന്നാൽ അത് പറയുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞു ഒന്നാമത്തെ സ്ഥാനത്തുള്ളത് മാതാപിതാക്കളാണ് എന്ന്. ആ മാതാപിതാക്കളെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണം. അതിന് യാതൊരു സംശയവുമില്ല. ഏറ്റവും മുമ്പന്തിയിലുള്ളവർ മാതാപിതാക്കൾ തന്നെയാണ്. മാതാപിതാക്കളോടുള്ള കടമകളെ കുറിച്ച്, അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടതിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വാളുകളും പ്രസംഗങ്ങളും ഒക്കെ കേട്ട് പഠിച്ചവരാണ്. എന്നാൽ അതേ രൂപത്തിൽ നമ്മൾ ബഹുമാനവും ആദരവും കൊടുക്കേണ്ട ഒരു വിഭാഗമാണ് ഉസ്താദുമാർ. ഉസ്താദുമാർ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ പണ്ട് മദ്രസയിൽ പഠിപ്പിച്ച അവർ മാത്രമാണ് നമ്മൾ ഉസ്താദുമാർ എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. നമ്മുടെ പള്ളികളിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാർ പോലും നമ്മുടെ ഉസ്താദുമാരാണ്. കാരണം അവരെന്തെങ്കിലും ഒരു അറിവ്, എത്ര ചെറുതാണെങ്കിലും അവർ ഒരു അറിവ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ ഉസ്താദുമാരാണ്. നമ്മൾ എന്താണ് തിരിച്ചു കൊടുക്കുന്നത്? എല്ലാരെയുമല്ല, ചില ആളുകളെങ്കിലും. വളരെ വേദനാജനകമാണെന്ന് പറയട്ടെ, ഉസ്താദുമാരുടെ കുറ്റവും കുറവും കാണാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവർ, CCTV ക്യാമറയെ പോലും വെല്ലുന്ന രൂപത്തിൽ അവരുടെ ഒരു കണ്ണ് ഏത് സമയത്തും ഉസ്താദുമാരുടെ പുറകെയായിരിക്കും. ഈ വീഡിയോയുടെ ഫുള്ള് രൂപം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.